എം ജയചന്ദ്രൻ 67 ഹർജികൾ പരിഗണനയിലുണ്ട്. അതിൽ 60ഉം യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട ഹർജികളാണ്. ബാക്കി ഉള്ള ഹർജികളാണ് ദാവൂദി ബോറ വിഭാഗവുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ പാഴ്സി പിന്തുടർച്ചയുമായി ബന്ധപ്പെട്ടതുമൊക്കെ. അപ്പോൾ ഈ വിഷയം സുപ്രീം കോടതി മുമ്പാകെ വരുമ്പോൾ സംസ്ഥാനം എന്ത് നിലപാടെടുക്കും? അതാണ് ഏറ്റവും കാത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ, $1 മില്യൺ ക്വസ്റ്റ്യൻ. അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കും, കോടതിയുടെ വിധി എന്തായിരിക്കും എന്നുള്ളതിനേക്കാൾ ആകാംക്ഷ അതറിയാനാണ് ഇന്ന് ജയദീപ് ഗുപ്ത നമ്മുടെ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ പറഞ്ഞത്. ഇതുവരെ ഞങ്ങൾ പുനഃപരിശോധനാ ഹർജികളെ എതിർത്തിരുന്നു എന്നാണ്. ഇതുവരെ. അപ്പൊ ഇനി അടുത്ത് എടുക്കാൻ പോകുന്ന നിലപാട് എന്ത് എന്നുള്ളതിന്റെ സൂചന അതിനകത്തുണ്ടോ? പറയുമ്പോ 2020 ബഹുമാനപ്പെട്ട ജസ്റ്റിസ് എസ് എ ബോബ്ഡെ CJI ആയിരിക്കുമ്പോഴാണല്ലോ ഏറ്റവും ഒടുവിൽ കേസ് എടുക്കുന്നത്. അന്ന് സഹ ജഡ്ജിക്ക് ദഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ആ കേസ് മാറ്റിവെച്ചു. അതിനുശേഷം ഇപ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ സോഫാർ എന്ന് ജയദീപ് ഗുപ്ത പ്രയോഗിച്ചത് അതുകൊണ്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ ആണ് ഇതുവരെ എന്നുള്ളതിന് പ്രസക്തിയുള്ളത്. 2020 പറഞ്ഞതിന് 26 റിലവൻസ് ഇല്ല. പക്ഷേ അന്ന് തീരുമാനിച്ചിരുന്ന നിലപാടതാണ് എന്നുള്ളത് ഇന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം എന്താണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് എന്നുള്ളതാണല്ലോ. ഈ നിലപാടിന്റെ പ്രശ്നം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരിയും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ കേസ് ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന്റെ മുമ്പിലാണല്ലോ ഉള്ളത്. അത് കോടതി പരിഗണിക്കുമ്പോൾ സർക്കാരിന്റെ നിലപാട് ആവശ്യപ്പെട്ടാൽ, അന്ന് തന്നെ പറഞ്ഞതാണ് കേട്ടോ, നിലപാട് ആവശ്യപ്പെട്ടാൽ സർക്കാർ പറയുക ഇത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യമുണ്ടെന്ന് സർക്കാരിന് കോടതി സർക്കാരിന് ആവശ്യപ്പെട്ടാൽ സർക്കാർ ചെയ്യുക, സർക്കാർ ബോധ്യപ്പെടുക. ഇത് മതപണ്ഡിതന്മാരും സമുദായ നേതാക്കളും ഒക്കെ ആയിട്ട് ആലോചിച്ച് ഒരു സമവായത്തിലെത്തി തീരുമാനമുണ്ടാക്കുക എന്നതിനാവും സർക്കാർ പ്രാധാന്യം നൽകുക എന്നും 2019 പറഞ്ഞിട്ടില്ല. 2019 സെപ്റ്റംബറിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. കോടിയേരിയും മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിൽ ഇപ്പോഴും മാറ്റമില്ല എന്നുള്ളതാണ് അതിനകത്ത് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അദ്ദേഹം ഇന്നും പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ നിലപാട് മാറ്റാമായിരുന്നു. ഏതാ സ്വീകരിച്ച നിലപാട് ഈ പറഞ്ഞത്. കാരണം സുപ്രീം കോടതി വിധി പ്രകാരം യുവതി പ്രവേശനം സാധ്യമാക്കാം. പക്ഷെ സർക്കാർ അത് ചെയ്തില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സർക്കാരിനോട് യോജിപ്പ്. അതുകൊണ്ട് ആ നിലപാട് തന്നെ സർക്കാർ തുടരണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് ഇന്ന് വീണ്ടും ജി സുകുമാരൻ പറയുന്നുണ്ട്. അത് തന്നെ വെള്ളാപ്പള്ളിയും പറയുന്നുണ്ട്. അത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അഭിലാഷേ, സർക്കാരിന്റെ അതിലുള്ള ഒരു പ്രശ്നം, വളരെ അഗ്രസീവായി ഈ യുവതീ പ്രവേശനത്തിന് വേണ്ടി നിലപാടെടുത്തിരുന്ന സർക്കാരായിരുന്നു ഒന്നാം പിണറായി സർക്കാർ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം താങ്കൾ സൂചിപ്പിച്ചു, ശരിയായി തന്നെ. പക്ഷേ യുവതീ പ്രവേശന വിധി ഉണ്ടായപ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയും ആ വിധി നടപ്പാക്കാനായി സ്റ്റേറ്റ് മുൻകൈ എടുക്കുകയും കയറാൻ വന്ന ആളുകൾക്ക് സംരക്ഷണം ഒരുക്കുകയും ഇതൊരു ക്യാമ്പയിനായി, പൊളിറ്റിക്കൽ ക്യാമ്പയിനായി CPM എടുക്കുകയും നവോത്ഥാന സംരക്ഷണത്തിന് വേണ്ടി സംസ്ഥാനം മുഴുവൻ സർക്കാരിന്റെ നേതൃത്വത്തിലും പാർട്ടിയുടെ നേതൃത്വത്തിലും പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുകയും ഒരു വനിതാ മതിൽ സംഘടിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തത് നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടല്ലോ. അപ്പോൾ വളരെ അഗ്രസീവായി ഇത് സമത്വമാണ്, ആർട്ടിക്കിൾ 14 ആംബിറ്റിൽ വരുന്ന സമത്വത്തിന്റെ വിഷയമാണ് എന്ന് രാഷ്ട്രീയമായി എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് ഔദ്യോഗികമായി തന്നെ എന്ന് ഉറപ്പിക്കാമല്ലോ. അല്ല, അന്ന് താങ്കൾ പറഞ്ഞതിൻ്റെ അകത്ത് വസ്തുതകളുണ്ട്. ഞാൻ അതിന് ഒരു കാര്യം ആഡ് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നുള്ളൂ. അത് വ്യക്തിപരമാണ്, എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായമാണ്. ഞാൻ അന്നും ഈ പ്രശ്നം ഉണ്ടായപ്പോൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ പല ചാനലുകളിലും ചർച്ച ചെയ്തപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് ഈ ഗവൺമെന്റിന് ഇക്കാര്യത്തെ പറ്റിയിട്ടുള്ള പെശകായി ഞാൻ കാണുന്നത്, അങ്ങനെയാണ് പറഞ്ഞത്. ഇതൊരു ക്രമസമാധാന പ്രശ്നമായി ഗവൺമെന്റ് കാണുന്നു. പക്ഷെ ഇതൊരു ക്രമസമാധാന പ്രശ്നമല്ല. അത് അങ്ങനെ കാണാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നതാണ് പ്രശ്നം. പിന്നീട് ഗവൺമെന്റ് അതിലേക്ക് വരുന്നുണ്ട്. ക്രമസമാധാന പ്രശ്നമാണ്, ഡയറക്റ്റ് അങ്ങനെ വരുന്നു എന്നുള്ളതല്ല. പക്ഷേ ഈ പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ചും 2019 പാർലമെന്റ് ഇലക്ഷന് തൊട്ടുമുണ്ടായ സംഭവ വികാസങ്ങളും അതിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന സോഷ്യൽ ഡൈനാമിക്സും, അതാണ് പ്രധാനം. ആ സോഷ്യൽ ഡൈനാമിക്സ് കൊണ്ടുവന്ന ചില ഇമ്പാക്റ്റുകൾ CPM വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞ മുഖ്യമന്ത്രിയും കോടിയേരിയും പറഞ്ഞ പാർട്ടി സ്വീകരിച്ച നിലപാട് അത് കണ്ടിന്യൂ ചെയ്യുകയാണ് അന്ന് മുതൽ ഇന്ന് വരെയും. അതിന് മാർച്ച് 14 അവര് അഭിപ്രായം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മാർച്ച് 14 മുൻപ്. അപ്പൊ കൊടുക്കുമ്പോഴും ഇത് തന്നെയാവും പറയാൻ പോവുക. ഈ കാര്യത്തിൽ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസത്തിന്റെയും കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട്
പ്രത്യേകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതൊരു ക്രമസമാധാന പ്രശ്നമായി മാറുന്ന നിലയിലേക്ക് പോകാൻ സർക്കാരിന് ആഗ്രഹമില്ല, താല്പര്യമില്ല എന്നുള്ള നിലയായിരിക്കും സ്വീകരിക്കാൻ സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, അങ്ങനെ ആയിരിക്കുമെന്നാണ് ഞാനും കരുതുന്നത്.